ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. കയ്യോടെ കിട്ടിയപ്പോ തൃപ്തിയായല്ലോ. എനിക്ക് ഒരു മനസ്സും കിട്ടി. ഇല്ലെങ്കിലേ പോയി കിടന്നാലും ഉറക്കം വരൂല. സർവീസിലുള്ള പോലീസുകാരനെ നീ വീട്ടിൽ കയറി തല്ലിയത്. ഇതിന് നീ ഇത്തിരി വെള്ളം കുടിക്കും. ഇന്ന് പോലും നിനക്ക് ശനദേശയാടാ, എനിക്ക് ശുക്രനും. കാണാം. ഇറങ്ങി പോളെ. രോഹിത്തെ, എന്താ ഇത്? എനിക്ക് രോഹിത്തെ നടക്കാൻ നടക്ക്. എന്തോന്നട ഇത്? ഞാൻ എത്രയോ വട്ടം അടിച്ച് ലോസ്റ്റായിട്ട് ഭൂമി ദേവിക്ക് സാഷ്ടാംഗം പ്രണമിച്ച് തറയിൽ കിടന്നു തുടങ്ങിയിട്ടുണ്ട്. അന്നൊന്നും എന്നെ എടുത്തു നോക്കാൻ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഓരോരുത്തരുടെ സമയം. അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. വെറുതെ അല്ല, ഇല്ല ചെറുക്കാൻ കുടിച്ചു പറഞ്ഞ് 4 കാലിൽ പോലും നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത രീതിയിൽ ബഹളി പിടിച്ച് കിടക്കുക. ഇതാണ് അവസ്ഥ. ഞാൻ മോളെ എടുത്ത പോലെ നൈസായിട്ട് അമ്മേനെ എടുത്തില്ലേ? ചന്ദ്രബോസേ, നീ വെറുതെ ചൊറിയാൻ വരണ്ട. വന്നാ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഡാടാ അവിടെ നിക്കടാ. ഡാ എനിക്കറിയാം ഇങ്ങനെയൊക്കെ പറയുമ്പോ നിനക്കങ്ങ് ചൊറിയൊന്നു. ഞാനിപ്പോഴേ സർവീസിലാണെന്ന് അറിയാലോ. എടാ, സർവീസിലിരിക്കുന്ന ഒരു പോലീസുകാരനെ തൊട്ടാ തന്നെ പ്രശ്നം. അപ്പൊ പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ തൊട്ടാലോ? വീട്ടിൽ കിടത്തി ഉറക്കില്ല കേരള പോലീസ്. അതിരിക്കട്ടെ, ഇപ്പൊ രണ്ടും കൂടി എവിടെ പോയിട്ട് വരുന്നു? രോഹിത്തിനെ വിളിക്കാൻ വന്നേണോ? എടാ, ഈ രീതിയിലൊക്കെ വന്ന് അവൻ വരുവോ? അല്ലാണ്ട് തന്നെ അവന്റെ മനസ്സ് നിറയെ സംശയമാ. ഇതിപ്പോ കൊച്ചും കൂടി അവന്റെ അല്ലാന്നറിഞ്ഞപ്പോ സംശയം ഒന്നുകൂടെ കൂടിയേ. നീ എവിടെ പോകുന്ന? നിക്ക്. അതെ, എനിക്കൊരു കാര്യം സത്യസന്ധമായിട്ട് അറിയണമെന്നുണ്ട്. അവിടെ കൂടെ കേൾക്കാൻ വേണ്ടിയാ. അതിന് നീ ഒരു കൃത്യമായിട്ടുള്ള മറുപടി തരണം. ഈ വണ്ടിയുടെ ഡ്രൈവറും അപ്പൊ നീ തന്നെയാണല്ലേ? അയ്യോ വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ വേണ്ട. വിഷ്ണുവേട്ടാ മാറ്. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ വേണ്ട. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ മാറ്. വേണ്ട വിഷ്ണു, എന്നെ കൊണ്ട് അരുതാത്തൊന്നും നീ ചെയ്യിപ്പിക്കരുത്. എടാ, ഞാൻ അങ്ങനെ പലതും പറയും. എടാ, നിന്റെ മനസ്സിൽ കള്ളമില്ലെങ്കിൽ പിന്നെ നീ എന്താടാ പേടിക്കുന്നേ? എടാ, നിങ്ങൾ ഈ ഭാര്യയും ഭർത്താക്കന്മാരെ പോലെ നടത്തം കണ്ട ആർക്കാണ് സംശയം തോന്നത്തെ? അവിടെ നിൽക്കുവച്ചേ, ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞു തീർക്കട്ടെ. വിഷ്ണുവേട്ടാ വന്നേ, നമുക്ക് പോവാം. ചന്ദ്രബോസേ, എനിക്ക് അല്പം തിരക്കുണ്ട്. തിരക്കില്ലാത്തൊരു ദിവസം നിന്നെ ഞാൻ വിളിക്കാം. അന്ന് നീ പറഞ്ഞതിന് കൃത്യമായിട്ടുള്ള മറുപടിയും തരാം. നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള മറുപടി. ഇപ്പൊ വിട്ടുപിടിക്കേ. ക്ഷമവാ. നിക്കട, അതായിരിക്കും നിനക്ക് നല്ലത്. ഇവിടെ നിന്നാലേ ഞാൻ ഇനി എന്തെങ്കിലും ചൊറിഞ്ഞു ചോദിച്ചോണ്ടിരിക്കും. 2 മക്കളെ രണ്ടിടത്താക്കി ഭാര്യയെ കളക്ടർ ഓഫീസിൽ കൊണ്ടുപോയി കുടിയിരുത്തി ഭാര്യയുടെ അനിയത്തെയും കൊണ്ട് കറങ്ങുന്ന നിന്നെ പൂ വിട്ട് പൂജിക്കണ്ടേ? അടേ, ജനിക്കുന്നുണ്ടെങ്കിലേ നിന്റെ നാളിൽ ജനിക്കും. ഇതെങ്ങനെ ഇപ്പം തുടങ്ങിയതാണോ?
അതോ നിങ്ങൾക്ക് തമ്മിൽ കാണാൻ വേണ്ടിയിട്ട് പാവൻ രോഹിത്തിനെ അറിഞ്ഞുകൊണ്ട് ബലിയാടാക്കിയതാണോ? ചന്ദ്രബോസേ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഈ പുഴുത്ത നാവ് വെച്ച് നീ ഇനി അനാവശ്യം പറഞ്ഞ ആ നാവ് വലിച്ചും പുറത്തേക്കിടും. അത് ശരി. അപ്പൊ ഞാൻ പറയുന്നേ കുഴപ്പം. അപ്പൊ ചോദിക്കുന്നോട് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, ഇനിയിപ്പോ എങ്ങോട്ടാ? പാർക്കിലേക്കോ ബീച്ചിലേക്കോ അതോ ഏതെങ്കിലും ടൂറിസ്റ്റ് ഹോമിലേക്കോ? അയ്യോ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ വിഷ്ണുവേട്ടാ. ഇതിനു വേണ്ടിയിട്ടാണല്ലോ നീ ഇത്രയും നേരം വായിട്ടലസ്. കയ്യോടെ കിട്ടിയപ്പോ തൃപ്തിയായല്ലോ. എനിക്കും ഒരു മനസ്സുഖം കിട്ടി. ഇല്ലെങ്കിലേ പോയി കിടന്നാലങ്ങ് ഉറക്കം വരൂല. സർവീസിലുള്ള പോലീസുകാരനെ നീ വീട്ടിൽ കയറി തല്ലിയത്. ഇതിന് നീ ഇത്തിരി വെള്ളം കുടിക്കും. നിന്നെ ഞാൻ കുടിപ്പിക്കും. ഇന്ന് പോലെ നിനക്ക് ശനിദശയാടാ, എനിക്ക് ശുക്രനും. കാണാം. എന്റെ ശനിദശ മാറ്റിയിട്ട് ശുക്രനാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് കാണണം. ആ കാണല്ലേ ചന്ദ്രബോസെ, നീ നിനക്ക് ജന്മം നൽകിയവരെ മനസ്സുകൊണ്ട് ശപിക്കും. കാരണം അതുകൊണ്ടാണല്ലോ നിനക്ക് ഈ ഗതി വന്നേന്നോർത്ത്. ഓർത്തു വച്ചോ, അളന്നും വച്ചോ. നീ തന്നതിന്റെ 10 മടങ്ങ് നിനക്ക് ഞാൻ തന്നിരിക്കും. വരട്ടടാ പോലീസ് ഏമാനെ. പോടാ. ഇപ്പൊ പോവാം, പക്ഷെ വരും കേട്ടടാ. തൈലം എടുക്കട്ടാ. എന്ത്? തൈലം കിഴിയിട്ട് പിടിക്കാനേ.